കേരളത്തിലെ ചില ക്രൈസ്തവ ദേവാലയ അങ്കണങ്ങളിലേക്ക് പാട്ടും ഡാൻസും കൂത്തുമെല്ലാം കുടിയേറിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി അതെല്ലാം കൂടുതൽ രൗദ്രഭാവം പ്രാപിച്ച് അശ്ലീല ചുവയുള്ള ഗാനങ്ങളും സിനിമാറ്റിക് ഡാൻസും DJ പ്രോഗ്രാമുകളും ഒക്കെയായി പള്ളികൾക്കകത്തേക്ക് വരെ കയറിപ്പറ്റിയിരിക്കുന്നു. ഇതേ സമയം തന്നെയാണ് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ തങ്ങൾ മതേതരന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ചിലരുടെ ശ്രമങ്ങൾക്കും പള്ളികൾക്കുള്ളിൽ ഇടം കിട്ടിയിരിക്കുന്നത്. വിവിധ സാംസ്കാരിക ആഘോഷങ്ങളുടെ പേരിൽ അതിവിശുദ്ധ സ്ഥലങ്ങളിൽ പോലും വചനവിരുദ്ധമായ ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നു. ഇവിടെ ഒരു ക്രൈസ്തവന്റെ നിലപാട് എന്തായിരിക്കണം? തീർച്ചയായും അത് ദൈവവചനത്തിൽ മായം ചേർക്കാത്ത നിലപാടുകളായിരിക്കണം. നിയമാവർത്തനം 28-ാം അധ്യായം 1-ാം തിരുവചനത്തിലൂടെ ക്രൈസ്തവന് കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്നും വചനം പറഞ്ഞു തരുന്നുണ്ട്. ബാറൂക്ക് 2-ാം അധ്യായം 5-ലാണത്. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ഇന്ന് നമ്മുടെ സഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല തകർച്ചകൾക്കും കാരണം കർത്താവിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ധിക്കാരപരമായ പെരുമാറ്റങ്ങളാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പല തകർച്ചകളുടെയും കാരണം ആത്മീയമായ നമ്മുടെ ചില വീഴ്ചകളാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പവിത്രതയുണ്ട്. അതിവിശുദ്ധമായ സ്ഥലമായ നമ്മുടെ പള്ളികൾ വിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കപ്പെടണം. നമ്മുടെ ദേവാലയ അങ്കണങ്ങൾ രാജാതിരാജൻ ഉലാത്തുന്ന ഇടമാണ്. അവിടങ്ങളിൽ കർത്താവിന് യോഗ്യമല്ലാത്തതും വചനവിരുദ്ധവുമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കപ്പെടുക തന്നെ വേണം. ഹോസിയ പ്രവചനം 8-ാം അധ്യായം 1-ൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെടാൻ നാം അനുവദിക്കരുത്. വചനത്തോട് തുടർച്ചയായി ധിക്കാരപൂർവം നാം ചെയ്യുന്ന ലംഘനങ്ങളും വചനവിരുദ്ധമായ സാംസ്കാരിക ആഘോഷങ്ങളും കർത്താവിന് പൂർണ്ണമായി സമർപ്പിതമായ ദേവാലയങ്ങളിൽ കയറ്റരുത്. ജനകീയരാകാനും മതേതരരാകാനും ദേവാലയത്തിലേക്കും ദേവാലയ തിരുമുറ്റത്തേക്കും അത്തരം ആഘോഷങ്ങളെ കൊണ്ടുവരരുത്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുക എന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചുള്ള പ്രഥമ ദൗത്യമാണ്. ത്രിത്യേക ദൈവത്തിന് നാം നൽകേണ്ട ആ ആരാധന ഏതെങ്കിലും വിധത്തിൽ മറ്റൊരു ദൈവസങ്കല്പത്തിനോ അല്ലെങ്കിൽ മിത്തിനോ ചെറിയ അളവിലോ വലിയ അളവിലോ നൽകുന്നത് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് 1-ാം പ്രമാണ ലംഘനമാണ്, പാപമാണ്. അത് ഏത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും. ഇതര മതവിശ്വാസങ്ങളിലെ ഐതിഹ്യങ്ങളും മിത്തുകളും ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷങ്ങളും ഇന്ന് പള്ളിമുറ്റത്തേക്ക് കൂടി കടന്നു വന്നിരിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. സാംസ്കാരികമായ ആഘോഷങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ദൈവനിന്ദാപരമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് മൂലം സഭയുടെ ശക്തി വലിയ തോതിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സമീപകാലങ്ങളിൽ സഭ തുടർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചകളുടെ മൂലകാരണമായി ജ്ഞാനികളായ പല വൈദികരും സൂചിപ്പിക്കുന്നത്. സഭയിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ തന്നെ ഇത്തരം ചെയ്തികളാൽ നാം നിർവീര്യമാക്കരുത്. ചില ആഘോഷങ്ങളെ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിച്ച് ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമായി കാണുന്നവരുമുണ്ട്. എന്നാൽ അവരെ പോലെ ഇത്തരം ആഘോഷങ്ങൾ പള്ളി അങ്കണത്തിലേക്കും പള്ളിക്കകത്തേക്കും ഒടുവിൽ കർത്താവിൻ്റെ ബലിയർപ്പണ വേദിയിലേക്കും പ്രവേശിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണുനീർ നാം വീഴ്ത്തരുത്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും അവയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളും ഏക സത്യദൈവ ആരാധനയ്ക്ക് മാത്രം സമർപ്പിതമായിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നുകൂടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. മറ്റു മതവിശ്വാസത്തിലുള്ളവർ അവരുടെ അമ്പലങ്ങളിലേക്കോ മോസ്കുകളിലേക്കോ ഇതര മത ആചാരങ്ങൾ പ്രവേശിപ്പിക്കാത്തതിൻ്റെ കാരണങ്ങൾ ക്രൈസ്തവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ പള്ളിയിൽ ആളുകൾ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. അവിടെ വരുന്നത് പൊതുസമൂഹമല്ല, മറിച്ച് വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വാസ സമൂഹത്തിന്റെ ആഘോഷങ്ങൾ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം. മതേതരത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ അത് സഭയ്ക്കുണ്ടാക്കുന്ന തകർച്ച വളരെ വലുതായിരിക്കും.
ഇന്ന് സഭയും നമ്മുടെ കുടുംബങ്ങളും നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ മൂല കാരണം പലപ്പോഴും ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങളാണ്. ഇത്തരത്തിൽ കർത്താവിനോട് ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് കർത്താവിനോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ കൂടി വിശ്വാസികൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഒരു കാരണവശാലും നാം ദൈവവചനത്തെ ധിക്കരിക്കരുത്. ധിക്കരിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് സഭ ശക്തിയേറ്റു പോകാൻ അധികം നാൾ വേണ്ടിവരില്ല. ഇനി സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ ഇത്തരം ഉത്സവങ്ങളെ പള്ളികളിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ സാംസ്കാരിക അനുരൂപണത്തെക്കുറിച്ച് പറയുന്നത് സംസ്കാരത്തിന്റെ ഭാഗമായി എന്തിനെയെങ്കിലും ഒന്നിനെ അതേപോലെ സ്വീകരിക്കുന്നതല്ല, സംസ്കാരത്തിലേക്ക് ഇഴചേർന്ന് അതിൽ സത്യമായിട്ടുള്ളതിനെ എടുത്ത് അതിൽ സുവിശേഷം ഉൾച്ചേർത്ത് ക്രൈസ്തവവൽക്കരിക്കുക എന്നതാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദൈവപ്രമാണങ്ങൾ ലംഘിക്കാൻ ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്ന ഏതൊരു ആഘോഷവും വിനോദവും നമ്മുടെ ദേവാലയങ്ങളിൽ നിഷിദ്ധമായിരിക്കണം.